ആഗ്ര റെയിൽവേ സ്റ്റേഷനടുത്ത് നിന്ന് ഓട്ടോയിലാണ് യാത്ര. ആഗ്ര പോർട്ട് ആണ് നമ്മുടെ ലക്ഷ്യം. മുൻഭാഗം കണ്ടപ്പോൾ തന്നെ മനസ്സ് നിറഞ്ഞു. അകത്തേക്ക് കടക്കുകയാണ്. 16-ാം നൂറ്റാണ്ടിലെ മുഗൾ ചക്രവർത്തിയായിരുന്ന അക്ബർ പണികഴിപ്പിച്ച കോട്ടയാണിത്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരിടമാണിത്. യു.പിയിലെ യമുന നദിയുടെ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്നത് പ്രത്യേകമായ ഒരു ആകർഷകമായ ഒരു കാര്യമാണ്. ഇതിൻ്റെ മുകൾ ഭാഗത്ത് നിന്നാൽ യമുന നദിയുടെ ഭാഗങ്ങളും താജ്മഹലും ദൂരെ കാണാൻ സാധിക്കും. മനോഹരമായ കാഴ്ചയാണത്. ഇതൊരു ഇടനാഴിയാണ്. അകന്ന് പുറത്തേക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ള ഒരു പാത മാത്രമാണ്. അകത്തേക്ക് കിടക്കാം. ചുവന്ന കല്ലുകൊണ്ടുള്ള പൂർണ്ണമായുള്ള ഒരു നിർമ്മിതിയാണത്. നിർമ്മിതിയിലും മാത്രമല്ല കൊത്തുപണികളിലും ആകർഷകമായ ഒരു സംഭവം തന്നെയാണ്. ഉൾഭാഗത്തേക്ക് ചെല്ലുന്തോറും മനസ്സിൻ്റെ ആനന്ദം കൂടി വരികയാണ്. പല ഭാഗങ്ങളിലായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ദൂരെ നോക്കി, അത് യമുന കരയുടെ ഭാഗത്താണ്. അവിടെ സൂക്ഷിച്ചു നോക്കിയാൽ ആ നീലയുടെ ഇടയ്ക്ക് നമ്മുടെ ആഗ്ര, നമുക്ക് താജ്മഹൽ കാണാൻ സാധിക്കും. അത് വളരെ സൂക്ഷിച്ചു നോക്കിയാൽ കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇത് നദിയുടെ ഭാഗവും അവിടുത്തെ പാസേജുകളും റോഡുകളും എല്ലാം ദൂരെ നിന്ന് കാണാൻ സാധിക്കും. ഉൾഭാഗത്തേക്ക് വരുന്തോറും വിവിധ തരത്തിലുള്ള കാഴ്ചകളാണുള്ളത്. ഉള്ളിലെ മനോഹരമായ 2 പള്ളികളടക്കം പലതരം നിർമ്മിതികളാണുള്ളത്. മുഗൾ ഭരണകാലത്തിൻ്റെ കീഴിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോട്ടയായിരുന്നു ഇത്. ഈ കോട്ടയുടെ മുകൾ ഭാഗത്തുള്ള ചിത്രീകരണങ്ങളും വളരെ അത്ഭുതപ്പെടുത്തുന്നതാണ്. മാത്രമല്ല ഭിത്തിക്ക് അതിൽ കൂടുതൽ ശില്പങ്ങളായി നമുക്ക് തോന്നും. മനോഹരമായ കൊത്തുപണികൾ. ബാബർ മുതൽ ഔറംഗസീബ് ഉൾപ്പെടെയുള്ള രാജാക്കന്മാരുടെ ഒരു ഭരണ ശിലാകേന്ദ്രമായിരുന്നു ഈ സ്ഥലം. കോട്ടയുടെ വിവിധ നിർമ്മിതികളുടെ നടുമുറ്റത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ഗാർഡൻ ഉണ്ട്, പക്ഷേ പൂക്കൾ കുറവാണ്. അതൊരു പോരായ്മയായി തോന്നി. എന്തായാലും നിസ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമുള്ള സ്ഥലങ്ങളടക്കം രാജാക്കന്മാർക്ക് മുഖം കാണിക്കാൻ വരെയുള്ള സ്ഥലങ്ങൾ എല്ലാം സജ്ജീകരിച്ചിട്ടുള്ള ഒരു വൻ നിർമ്മിതിയാണ് ഈ കോട്ട. ഒരു തർക്കവുമില്ല. ഇതിന് വളരെ അടുത്താണ് നമ്മുടെ താജ്മഹൽ. അവിടേക്ക് നമുക്ക് പോകാം.